Sir, I love you. നാണവും മാനവും ഇല്ലെന്നറിയാം. കുറച്ച് അഭിമാനം ഉണ്ടെന്നെങ്കിലും കാണിക്കടി കൂപ്പൻ. നീ എന്താ കരുതിയേ? നിന്നെ പോലെ ഒരുത്തിയെ ഞാൻ സ്നേഹിക്കുമെന്നോ? അതിലും ഭേദം തൂങ്ങി ചാകുന്നതാ. ഇതിന് നിന്റെ പുതിയ അടവാണോ? ആണെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. ഈ നാടകമൊന്നും അല്ല, എനിക്കിഷ്ടമാ. ഇഷ്ടം പറഞ്ഞു വരാനുള്ള ധൈര്യമൊക്കെ സമ്മതിച്ചു. പക്ഷെ മോളതങ്ങ് മറന്നു കളഞ്ഞേക്ക്. നീയും ഞാനും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാ. നീ എനിക്ക് ചേരില്ല, എനിക്ക് നീയും. നിന്നോട് എനിക്കിനി ഒരു തരത്തിലുള്ള ഇഷ്ടവും തോന്നില്ല. കാരണം അത്രയ്ക്കും വെറുത്തുപോയി നിന്നെ ഞാൻ. പോയ പോലെ അല്ലല്ലോ വരവ്. ഡേ പൊടി. നോക്കണ്ട, നന്ദയ്ക്ക് പകരം നിന്നെ പിക്ക് ചെയ്യാൻ വന്നതാ. താര ചേച്ചിയോ? കുഞ്ഞിനെ സൂര്യയുടെ കൊണ്ടുപോക്കോളൂ. നീ വാ. റാമിനി നിൽക്കണ്ട, പൊയ്ക്കും. റാം അകത്തേക്ക് വരുന്നില്ലേ? പിന്നെന്താ? എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരാളെ കാണാൻ പോകണം. നീ ഭാര്യയ്ക്ക് കൂട്ടിന് ഇവിടെ നിൽക്കാമോ? അതിനെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ? എനിക്ക് ഒരു കോഫി ഉണ്ടാക്കി തരാമോ? കോഫി പൗഡർ ഇവിടെ എവിടെയോ. ഇത് ഞാൻ ക്ലീൻ ആക്കിക്കോളാം. വാ, അവിടെ പോയി നിന്ന് കോഫി കുടിക്കാം. എനിക്ക് വേണ്ട. വേണം, വാ. എപ്പോഴും മുറിക്കകത്തിരുന്നാൽ മടുക്കില്ലേ? ദാറ്റ്സ് മൈ ലൈഫ്. ഞാനും എൻ്റെ റൂമും പിന്നെ കുറച്ച് എഴുത്തുകളും. ഞാൻ റൂമിൽ പോകുക. എനിക്ക് കുറച്ച് നോട്ട്സ് പെൻഡിങ്, അത് എഴുതാനുണ്ട്. ഞാനും ഹെൽപ്പ് ചെയ്യാം. നന്ദ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വന്ന് നിൽക്കരുതെന്ന്. എനിക്കതിന് ഒന്നും സംഭവിക്കില്ലല്ലോ. സംഭവിക്കാൻ സാറ് സമ്മതിക്കില്ലല്ലോ. എന്നെ എന്താ കാണാൻ വരാതിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, തിരക്കായിപ്പോയി. എത്ര തിരക്കാണെങ്കിലും വരുന്നതായിരുന്നല്ലോ. ഇപ്പോൾ ശരിക്കും തിരക്കായിപ്പോയി. ഞാൻ നാളെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുക. കൺഗ്രാറ്റ്സ്. ഇവിടെ വെച്ചാണോ എന്നെ ആദ്യമായി കണ്ടത്? എന്നെ കണ്ടുമുട്ടാൻ വൈകി പോയിട്ടില്ല. ഞാന് തിരിച്ചറിയാതിരുന്നത്. I want to spend the rest of my life with you. Will you marry me? Yes. 1,000 times yes. I can't wait to spend my life with you.
റാം, റൂമിൽ പോയി ഉറങ്ങിക്കോ. നന്ദ ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ വന്നല്ലോ. നിങ്ങൾ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഉറങ്ങാൻ പോകുവാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വാ, ഞാൻ പൊയ്ക്കോളാം. ഡ്രൈവർ ഉണ്ടല്ലോ. വാശി പിടിക്കാതെ കയറ്. നന്ദ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിസ്റ്റർ റാം. എന്നെ ഇനി ഡ്രോപ്പ് ചെയ്യാനോ പിക്ക് ചെയ്യാനോ നീ വരണ്ട. ഡ്രൈവർ ഉണ്ട് എനിക്ക്. എങ്കിൽ ആ ഡ്രൈവറിനെ പറഞ്ഞു വിട്ടേക്ക്. ഐ ആം യുവർ ന്യൂ ഡ്രൈവർ. വേണ്ട. ഞാൻ ഈവനിങ് വരാം. ബൈ. അതെന്റെ എന്തുകൊണ്ട് ക്യാബിൻ, ഇത് എന്റെ ക്യാബിൻ. കാർത്തിക്. ഹലോ. നമുക്കിന്ന് ഒന്ന് മീറ്റ് ചെയ്യാം നന്ദ. യാ ഷുവർ. ഞാൻ പറഞ്ഞതല്ലേ വരണ്ട എന്ന്. നന്ദ നിന്നെ പിക്ക് ചെയ്യാനൊക്കെ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഒന്ന് സൈഡ് ഒതുക്കാമോ? എന്തിനാ? ഹേ ബാല, ഇറങ്ങി വാരാം. നല്ല രസമാ. വാ. മഴത്തുള്ളികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ റാമിന്? ഇല്ല. ആകാശം ഭൂമിക്ക് എഴുതുന്ന പ്രണയലേഖനങ്ങളാണ് മണ്ണിലേക്ക് വീഴുന്ന ഓരോ മഴത്തുള്ളികളും. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളിലുള്ള ഒരാൾക്ക് ആ സങ്കടങ്ങളെല്ലാം കഴുകി തുടച്ചു മാറ്റാൻ തരുന്ന ഒരു ആശ്വാസമാണ് ഈ മഴ. എത്ര കനത്ത് പെയ്താലും ഒടുവിൽ ആകാശം തെളിയുമല്ലോ. ഇനിയും നീ ഇങ്ങനെ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. റാം. പോകാം. വാ. എന്താ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് പാരന്റ്സിന്റെ ന്യൂസ് അറിഞ്ഞു ഞാൻ. വളരെ സങ്കടം തോന്നി. നിങ്ങൾക്കിനി ആരും ഇല്ലെന്നുള്ള ഒരു തോന്നൽ വേണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. നിന്നെ വിളിക്കാൻ നീ ആരാടാ? ഇവർക്ക് രണ്ടുപേർക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. ആരും ഇല്ലെന്നോർത്ത് പുന്നാറ കുടുംബത്തേക്ക് കയറി കളിക്കണ്ട. നീ ഏതാടാ അതിന്? ഇത്രയും ക്ലോസ് ആയി നിൽക്കുന്നത് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നന്ദയുടെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആളാ. എന്നിട്ടാണോ ഇവള് നിന്നെ സാറെന്ന് വിളിക്കുന്നത്? എന്താ നന്ദ ഇത്? റാമിനെ പറ്റിച്ചതുപോലെ എന്നെ പറ്റിക്കാനാണോ? കണ്ണു തുറന്ന് നോക്കട പുല്ലേ. നീ ഒരു 10 മാസം വെയിറ്റ് ചെയ്യുവാണ് ഒരു വലിയ പ്രൂഫ് തന്നെ നിന്റെ കൺമുന്നിൽ വെച്ച് തരാൻ ഞാൻ. നിന്നോട് ആരാ ഒറ്റയ്ക്ക് ഇവരെ വന്ന് കാണാൻ പറഞ്ഞത്? നിനക്ക് ഒന്ന് നന്ദ, അവൻ ആരെയും കൊല്ലാൻ മടിയില്ലെന്ന് അറിയാലോ. പിന്നെ എന്താ ധൈര്യത്തിലാണ് നീ അവരുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വന്നത്? ശരിയാ, അവരാരും കൊല്ലാൻ മടിയില്ലെന്ന് അറിയാലോ.
പിന്നെ എന്തിനാ എന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്നൊക്കെ അവനോട് പറഞ്ഞത്? അമ്മനോട് അവൻ എന്താ ചെയ്തെന്ന് അറിയാവുന്നതല്ലേ? അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലോ? ആ. വേദനിച്ചു. ഓ നോക്ക്, അവൻ എന്നെ ഒന്നും ചെയ്യില്ല. വേണ്ട, പോ. എന്നാൽ അങ്ങ് സെറ്റ് ആയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വഴക്കോ? ഞാനാണോ തുടക്കം ഇട്ടത്? നീ എന്നോട് പറയാതെ വന്നിട്ടല്ലേ? കടിക്കും ഞാൻ. എന്റെ ലിസ്റ്റിലേക്ക് അപ്പോൾ ഒരാൾ കൂടി. ഈ മഴയ്ക്ക് പെയ്യാൻ കണ്ട സമയം ഞാൻ വീട്ടിൽ ചെന്നിട്ട് പെയ്താൽ പോരായിരുന്നോ? എന്റെ കയ്യിൽ റെയിൻകോട്ട് പോലും ഇല്ല. കഷ്ടമുണ്ട് കേട്ടോ. മഴേനെ വെറുതെ ചീത്ത പറയാതെ വാ, വണ്ടിയിലേക്ക് വന്ന് കയറും. ഞാൻ വീട്ടിലേക്കാക്കി തരാം. എനിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ല. മഴ തോർന്നു കഴിയുമ്പോൾ ഞാൻ പൊയ്ക്കോളാം. എന്റെ പൊന്നു വന്ന് കയറ്. ഇന്ദു, ഇന്ദു, എന്റെ ചേട്ടനോട് ഞാൻ സോറി പറയാം. ഗോഡ് പ്രോമിസ്. ഗോഡ് പ്രോമിസ്. എപ്പോഴാ സോറി പറയുന്നത്? ശരിക്കും അവന്റെ ഭാഗത്തും തെറ്റുണ്ട്. കുഞ്ഞോട് അവൻ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? കിഷോറിന് ഇഷ്ടമായിരുന്നിരിക്കാം. എന്ത് കരുതി അവൻ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റുമോ? ശരിയാ, പറ്റില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വേണ്ടെന്ന് വെച്ചത് അതിലും വലിയ തെറ്റല്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞായിരുന്നെങ്കിലോ എന്നെ ഉപേക്ഷിക്കുമായിരുന്നോ? എന്നെ ഡിവോഴ്സ് ചെയ്യുമായിരുന്നോ? സോറി, പറ്റിപ്പോയടി. ഇതുപോലെ ഒരു തെറ്റും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. പ്ലീസ് ഫോർഗീവ് മീ. ആദ്യം കിച്ചോട്ടോട് സോറി പറ. പറയാം. നാളെ സോറി പറഞ്ഞാ മതിയോ? ഇപ്പൊ പോയിക്കോട്ടെ. കിച്ചേട്ടൻ വന്നിട്ടില്ല. മഴ നനഞ്ഞത് കൊണ്ടാണോ? എന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, ഞാൻ ഓക്കെയാണ്. നല്ല ചൂടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്ത് പറ്ററാ? നല്ല മഴയല്ലായിരുന്നു, അപ്പോ മഴ നനഞ്ഞതാ. പനി പിടിച്ചോ? ചുട്ടുകൊള്ളുന്ന ചൂടാറാം. ബാലന്തി പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ടോ. ഞാൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാം. ഇത് കഴിക്ക്. ഞാൻ റൂമിലേക്ക് പോകുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. റാം, ഞാൻ റൂമിലേക്ക് ആക്കി തരാം. ഞാൻ കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെ? ചെറിയൊരു കോൾഡല്ലേ, അതിപ്പോ എല്ലാവർക്കും വരും. കിടന്നു ഉറങ്ങിയെണീക്കുമ്പോൾ മാറിക്കോളും. എവിടെ പോകുക? എവിടെ ഇരിക്കുക? എനിക്ക് വല്ലാതെ തണുക്കുന്നു. റാം, ഞാൻ നന്ദയെ വിളിക്കാം. എന്തിനാ? എനിക്ക് താരാട്ട് പാട്ട് പാടിത്തരാലോ. എന്താ? വേണ്ടാതിരിക്കുക. ബാല എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ ബാലയ്ക്ക് ഞാൻ അടുത്ത് വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടല്ലോ. ഇത് ശരിയല്ല. ഞാൻ നന്ദയോട് ചെയ്യുന്ന തെറ്റാ ഇതൊക്കെ.
അതെങ്ങനെ തെറ്റാകും ബാല? ഞാൻ നിന്നെയല്ലേ ഇപ്പോൾ പ്രണയിക്കുന്നത്. അവന്റെ പനി കുറഞ്ഞോ? എനിക്കറിയില്ല. എണീറ്റ് കിടക്കുമായിരുന്നു. പനി കുറഞ്ഞു എന്ന് നോക്കാൻ വന്നതാ ഞാൻ. പനിയൊക്കെ കുറഞ്ഞു. ചൂടായിട്ട് എന്തെങ്കിലും കിട്ടുമോ? പിന്നെന്താ, ഈ കൈ വെച്ചോറണ്ട് അങ്ങോട്ട് ഞാൻ തരാം. ഏയ്, അതെനിക്ക് വേണ്ട. അത് നീ കയ്യിൽ തന്നെ വെച്ചു. ബാലയോട് നീ ചോദിച്ചോ കാർത്തിക് എന്തിനാ വന്നത് എന്ന്? എങ്ങനെ ചോദിക്കാനാ? നിന്റെ അനിയത്തി എന്നോട് അടുക്കുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്നോട് പറയുമെന്നേ എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ കാർത്തികിനെ ഞാൻ കാണാൻ പോയി. പക്ഷെ അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നന്ദ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ. എന്നെ വിളിച്ചോളൂ, നിന്നെ വിളിച്ചില്ല. നിനക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പൊടി. ഇവനെ നീ കഴിക്കാൻ കൊടുക്കില്ലേ? അവനെ വിളിച്ചില്ലല്ലോ നീ. അയ്യോ, അങ്ങനെയല്ല, ഇരിക്ക്. ഇന്ന് ഞാൻ കോളേജിൽ തന്നെ പൊയ്ക്കോളാം. നിനക്കതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോ. എന്നാ ഞാൻ ഇറങ്ങുമോ? ഞാൻ കഴിച്ചിട്ട്. ചേട്ടാ, ഇന്ന് എന്റെ കൂടെ ഒരിച്ചിരി നേരം വരാമോ? എവിടേക്കാ? വരാമോ? ആ, വരാം. ഓ, ഇവനെ കാണാനായിരുന്നു. വാ പ്ലീസ്. സോറി പറ. നീ അങ്ങ് മാറി നിന്നോ. ശരി. അത് ഞാൻ ചെയ്തത് വലിയ തെറ്റാ. എനിക്കത് നന്നായി മനസ്സിലായി. കാരണം ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഇത് നീ എന്തിനാ എന്നോട് പറയുന്നത്? നീ എന്നെയാണോ കെട്ടാൻ നിന്നത്? അതല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഇന്ദുവിനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ പറ്റിയ പോലെ ഒരബദ്ധം ഇനി ഉണ്ടാകില്ല. എനിക്ക് അവളെ തന്നൂടെ? ഞാൻ നോക്കിക്കോളാം അവളെ. ഒരു പ്രാവശ്യം അവളെ ഉപേക്ഷിച്ച് നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നെ ഇനി വിശ്വസിക്കാം. ഒരബദ്ധം ആർക്കാണെങ്കിലും പറ്റില്ലേ? ഇങ്ങനെ ഒരബദ്ധം ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോറി, പറ്റിപ്പോയി. ഇനി അത് തിരുത്താൻ പറ്റില്ലല്ലോ. അവളെ എനിക്ക് തന്നേക്ക്. ഞാനിനി കരയിക്കില്ല. അവളോട് നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൾക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. അവളെ ഇനിയും നീ നോവിച്ചാൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടും സൂര്യ. ഹേയ്, ഇല്ല, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവൾ നിന്നെ വീണ്ടും അക്സെപ്റ്റ് ചെയ്താലേ ഈ കല്യാണം നടക്കും. അക്സെപ്റ്റ് ചെയ്താൽ കല്യാണം നടക്കുമല്ലോ. അപ്പൊ നേരത്തെ ഉറപ്പിച്ച ഡേറ്റിന് തന്നെ നടത്താമല്ലോ. ആദ്യം അവൾ അക്സെപ്റ്റ് ചെയ്യട്ടെ. പോയി സംസാരിക്കും. ശരി. ഏട്ടാ, ഞാൻ വരാതെ പോകരുത് കേട്ടോ. നിന്റെ ചേട്ടന് കുഴപ്പമൊന്നുമില്ല. നിനക്ക് ഓക്കെ ആണെങ്കിൽ കല്യാണം നടത്തോളൂ എന്ന് പറഞ്ഞു. നിനക്ക് ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെ അല്ല. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നെ കല്യാണം കഴിച്ച് പൊന്നു പോലെ നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നെ ഇനി ഒഴിവാക്കാതിരുന്നാ മതി. സോറി ഡി. ഇനി നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. ആഹാ, അത് വേണ്ട. ശരി, എല്ലാം മാഡം പറയുന്നത് പോലെ. ഏട്ടാ, പോകാം. കിഷോർ, താരയുടെ കാര്യം, അവളുടെ കാര്യം പറഞ്ഞോണ്ട് ആരും എന്റെ അടുത്തേക്ക് വരണ്ട. ഓക്കെ. സ്റ്റോപ്പ്. ഇന്നെന്താ ലേറ്റ് ആയേ? മാറി നിൽക്കടി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പൊയ്ക്കോളൂ. ഇത് വലിയ ശല്യമായല്ലോ. മാറടി. നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? വെറുതെ. ഇത് ശരിക്കും ഞങ്ങൾക്ക് ലൈബ്രറി അവറാ. അപ്പൊ പിന്നെ ഇങ്ങോട്ടല്ലാതെ വേറെ അങ്ങോട്ട് പോകാനാ ഞാൻ. I love you. എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ താര. നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും, ഉറപ്പ്. നിനക്ക് എന്നെ വട്ടാണോ? എന്നെ അടിച്ചു.
അത് ഞാൻ കണ്ടല്ലോ. നിനക്ക് തല്ലിന്റെ കുറവുണ്ട്. എനിക്ക് കിഷോർ സാറിന്റെ ഇഷ്ടമാണ്. അതിന് അയ്യോക്ക് എന്റെ ഇഷ്ടമല്ല. സോ സാഡ്. അതെന്താന്നറിയോ? എന്റെ വൺ സൈഡ് ലവ് സ്റ്റോറി തിരക്കി നടക്കുമല്ലേ ഞാൻ. ഒന്ന് ഓടി. എന്റെ ഫ്രണ്ട്സ് ഒന്നും എന്നോട് മിണ്ടുന്നില്ല. ഇത് വലിയ ശല്യമായല്ലോ. നീ അത് എന്റെ മേത്തുനിന്ന് മാറാം. എന്റെ ഈശ്വർ സാറിന്റെ ഇടയ്ക്ക് എന്താണെന്ന് ഞാൻ പറയാം. തല്ലി കൊല്ലട്ടിട്ട് നിന്നെ ഞാൻ. നീ എന്നെ വിശ്വസിച്ച എന്നോട് ഇതൊക്കെ പറഞ്ഞത്? എനിക്കിതൊന്നും പറയാൻ വേറെ ആരുമില്ല. അതെല്ലാം നിന്റെ കയ്യിലിരിപ്പിന്റെ അല്ലേ? പിന്നെ നിന്റെ കയ്യിലിരിപ്പ് പിന്നെ നല്ലതാണല്ലോ. എനിക്ക് ചേച്ചി തന്റെ വിട നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ? അതെനിക്ക് നിന്നെ കണ്ടെടുത്ത കണ്ടൂടാ, അത്രയല്ല. ഇരുന്ന് മോങ്ങാതെ നീട്ടിപ്പോ. കിഷോർ സാർ. എന്ത് കിഷോർ സാർ? പുള്ളി വേറെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടി ജീവിക്കട്ടേടി. നിന്റെയൊക്കെ തൈ എടുത്ത് വെച്ചിട്ട് വേണം സാറിന് ഈ ജന്മത്ത് സമാധാനം കിട്ടാതിരിക്കാൻ. എന്നോട് ക്ലാസ്സിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അതെനിക്കൊരു ഹാപ്പിനെസ് തന്നെ. നീ എന്ത് ദുഷ്ടയാടി. നിന്റെ കാലം വിഷമാ എന്റെ ഉള്ളിലെന്ന് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. ആ, അത് സത്യമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്നെ ആരും കേൾക്കണ്ട, എനിക്ക് ആരും വേണ്ട. അവിടെ നിൽക്ക്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നീ എന്നെ സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്യുവോ? എനിക്ക് ഫസ്റ്റ് അടിക്കണം. ആ, ഹെൽപ്പ് ചെയ്യാം. എന്നാ എക്സ്ക്യൂസ് മീ ഡിയേഴ്സ്, നിങ്ങൾ എന്തിനാണ് ഇവളോട് മിണ്ടാതിരിക്കുന്നത്? ഫ്രണ്ട്സ് ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതി ഇത്രയും ദിവസമൊക്കെ മിണ്ടാതിരിക്കാമോ? കണ്ടില്ലേ ഇവളുടെ എനിമിയായിട്ട് കൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. രണ്ടിന്റെ തലയ്ക്കടി കിട്ടിയെന്നാ തോന്നുന്നത്. സോറി, നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. നീ കിഷോർ സാറിനോട് സോറി പറ. അത് ഞാൻ ഒരു 100 വട്ടമെങ്കിലും പറഞ്ഞു. അത്രയും വേണ്ട, കുറച്ച് കുറയ്ക്കാം. നീ ഒന്ന് മിണ്ടാതിരിക്കും. സോറി പറഞ്ഞിട്ട് സാറ് ക്ഷമിക്കുന്നില്ല എന്നോട്. ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് ക്ലാസ് കട്ട് ചെയ്യില്ലേ എന്ന് പറഞ്ഞിരുന്ന ആളെ ഇപ്പൊ എന്നോട് ക്ലാസ്സിൽ കയറുണ്ടെന്ന് വരെ പറഞ്ഞു. ആ പോട്ടെ, സാരമില്ല. നീ ഇന്നെന്തായാലും ക്ലാസ്സിൽ കയറി നോക്ക്. സാറ് നിന്നെ ഇറക്കി വിടില്ലായിരിക്കും. നിങ്ങൾ 4 പേരെ ആരോ ഒരുമിച്ചിരുത്തിയത്? അത് പിന്നെ സാർ. സാറേ, എനിക്ക് ആ ലാസ്റ്റ് ബെഞ്ചിൽ ഒറ്റയ്ക്ക് പോയിരിക്കും. സാർ, ഞാൻ താരയുടെ കൂടെ ഇരുന്നോട്ടെ? അതെന്തിനാ? താരയുടെ നോട്ട്സ് പഠിക്കാൻ. ഞാൻ തരുന്ന നോട്ട്സ് അല്ലേ അപ്പോൾ വൈക പഠിക്കുന്നത്? അതെ സാർ. എന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മാറിയിരിക്കണ്ട. എനിക്ക് സാറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നത്? അയ്യോ, ഇവള്. എനിക്ക് ശരിക്കും ഇഷ്ടമായത് കൊണ്ടാ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ പറ്റിക്കാൻ വേണ്ടിയല്ല. Get out. I said get out from my class. Enough, Tara. നീ നിന്റെ ലിമിറ്റ് കടക്കുന്നു. സാർ നിന്നെ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയാൻ ഞാൻ ഏത് അറ്റം പറയും? എങ്കിൽ നീ പൊക്കോട്ടിരിക്കുന്നത് ഒരു എൻഡ്ലെസ് ലൈനിൽ കൂടെയാണ്. അങ്ങോട്ട്. ഇവിടെ എന്തോന്നാ? തലയിലെ കിളി മൊത്തം പോയെന്നാ തോന്നുന്നത്. സോറി സ്റ്റുഡൻസ്. വാടി. നിന്റെ ചേട്ടന്മാരോടെല്ലാം വീട്ടിലേക്ക് വരാൻ പറ. പറയാൻ. ഇതിനിപ്പോ എന്ത് പ്രശ്നമാണോ? നിങ്ങളുടെ ഈ പെങ്ങൾ എനിക്ക് സമാധാനം തരുന്നില്ല. ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും ഫ്രണ്ടിൽ വെച്ച് ഇവിടെ എന്നെ കിസ് ചെയ്തത്. ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്നെ ഇനി എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. നിന്നെ ഞാൻ അത്രയ്ക്കും വെറുത്തു പോയി. പലവട്ടം ഞാൻ പറഞ്ഞു ഇത്. നിന്നോട് ഞാൻ ക്ഷമിച്ചേനെ. നീ എൻഗേജ്മെന്റിന്റെ അന്ന് ചെയ്തതെല്ലാം ഞാൻ കണ്ടില്ലെന്ന് വെച്ചേനെ. പക്ഷെ നീ കാരണം കൂടുതൽ അനുഭവിച്ചത് എന്റെ പെങ്ങളാണ്. ഇനി ഇതേപോലെ ബിഹേവ് ചെയ്യാനാണെങ്കിൽ നീ ഉള്ള ആ കോളേജിൽ ഞാൻ ജോലി ചെയ്യില്ല. പെങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് ആങ്ങളമാര്. കരയുവാണ്? അല്ല, ചിരിക്കുക. എന്നെ ആരും ഇത്രയും വെറുത്തിട്ടില്ല, അറിയാമോ? അത് ചിലപ്പോ നിന്റെ തോന്നലായിരിക്കും. നീ അറിയാതെ നിന്നെ ആരെങ്കിലും ഒക്കെ വെറുക്കുന്നുണ്ടാകും. കളിയാക്കാൻ വന്നതാണെങ്കിൽ പൊയ്ക്കോ. നിന്നോട് ഞങ്ങൾക്കുള്ള സ്നേഹം പോലെ തന്നെയാ കിഷോർ നിന്ദുവിനോടും. അപ്പൊ അവൻ അതത്ര പെട്ടെന്ന് ക്ഷമിക്കാനൊന്നും പറ്റില്ല. നീ കാത്തിരിക്കുക.
എടാ നീ ഇന്ന് അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ? ആ ഉണ്ട്. എന്നാ ഞാനും വരുക. ആ എന്നാ വാ. എന്തെടുക്കുമായിരുന്നു? ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ പോകുമായിരുന്നു. നന്ദ എവിടെ? നന്ദ ഫ്രഷ് ആക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്യാം ഡിന്നർ ഉണ്ടാക്കാൻ. ബാല, കാർത്തിക് ഇപ്പോൾ എന്തിനാ വന്നതെന്ന് അറിയാമോ? എന്തെങ്കിലും നിനക്കതിനെ കുറിച്ച് അറിയാമോ? എനിക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് ബാല. അന്ന് അയാൾക്ക് ക്യാഷ് വേണം, സ്വത്ത് വേണം, നന്ദയെ വേണം, അതൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത്. പിന്നെ റാമിനായിട്ട് കൺമണി വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. ഇപ്പോഴെന്താ ആത്മാവ് വെളിയിൽ വന്നേര്? ഇതെന്താ? അത് ഞാൻ എഴുതിയ ഒരു പുതിയ നോവലാ. ഇത് ഞാൻ വായിച്ചോട്ടെ? അത് വായിക്കാതെ തന്നെ ഇയാൾക്ക് ആ കഥ അറിയാം. അത് നമ്മുടെ കഥയാണ്, ആദിനന്ദനം. റാമിന് കുക്കിംഗ് അറിയാമോ? നന്നായിട്ട് അറിയാം. ഹേ ഒന്നല്ല. കാണിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, കുറച്ചേ മുറിഞ്ഞുള്ളൂ. ഇതുപോലെ പല മുറിവുകളും ശീലമായിരിക്കും അല്ലേ? ശീലമായത് കൊണ്ടല്ല, ഇതുപോലുള്ള മുറിവുകളിലൊന്നും ഇപ്പോൾ എനിക്ക് വേദനിക്കാറില്ല. പക്ഷെ എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. കൈ കാണിക്ക്. നിന്റെ കൈ മുറിഞ്ഞോ? നോക്കട്ടെ. ഒരു തരിയെ മുറിഞ്ഞുള്ളൂ, അതിനാണോ നിങ്ങൾ? നല്ല രീതിക്ക് കഴിക്കാൻ. നന്ദയുടെ സ്വത്തും നന്ദയെയുമാണ് അവന് വേണ്ടത്. നന്ദനെ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും അവൻ എന്നെ കൊല്ലാൻ നോക്കിയത്. നന്ദയുടെ സ്വത്തെന്ന് പറയുമ്പോൾ അവൻ അറിയാമായിരുന്നോ നിന്റെ പേരിൽ ഒന്നും തന്നെ ഇല്ലെന്ന്? അറിയാം എന്ന് തോന്നുന്നു. അപ്പോൾ അവന് അതെല്ലാം കൈക്കലാക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നവരെ അവൻ ഇല്ലാതാക്കുക. അതുകൊണ്ടായിരിക്കാം അവൻ നിങ്ങളുടെ പാരൻസിനെ കാർ ആക്സിഡന്റിൽ കൊന്നത്. അങ്ങനെയാണെങ്കിൽ ബാലനെ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി ചിലപ്പോൾ ബാലയാണെങ്കിലും അവന്റെ നെക്സ്റ്റ് ടാർഗറ്റ്. അതിനു മുന്നേ അവനെ ഞാൻ കൊല്ലും. എപ്പോഴും ഇനി ഞാൻ ബാലയുടെ കൂടെ നടന്നോളാം. എന്നെ എന്തായാലും അവരൊന്നും ചെയ്യില്ലല്ലോ. നോക്ക്, റാമിന് സംഭവിച്ചതുപോലെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. സംഭവിച്ചാൽ? സംഭവിക്കണ്ട. എന്താ പേടിയാണോ? എന്നെ പേടിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ പെണ്ണെ, എനിക്കൊന്നും സംഭവിക്കില്ലെന്ന്. പോകുമല്ലേ ബാല? നീ ആരെയാ നോക്കുന്നേ? ആരെയും ഇല്ല. പോകാം. ആ ഒന്ന് നിർത്താമോ? എന്തിനാ? നന്ദ, എനിക്ക് ഫ്ലവേഴ്സ് വേണം. എനിക്ക് ഞാൻ മേടിച്ചിട്ട് വരാം. റാം
ബാല, നീ എന്തിനാ ഇറങ്ങി വന്നത്? ഇത് നേരത്തെ ഫ്ലവർ വേണമെന്ന് പറയാൻ തോന്നി. എനിക്കൊന്നും വേണ്ട. ഞാൻ അലക്കിയ ഒന്നും വേണമെന്ന് ആഗ്രഹിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. ബാല, ബാല നോക്ക്, അത് എന്റെ അശ്രദ്ധ കാരണമാണ്. നീ ആഗ്രഹിക്കുന്നതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിനക്ക് ഞാൻ കൊണ്ടുതരും. കരയല്ലേ പ്ലീസ്. നീ ആഗ്രഹിക്കുന്നതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിനക്ക് ഞാൻ കൊണ്ടുതരും. ഇങ്ങനെ ഇരിക്കുന്നതാ മോളെ നിനക്ക് നല്ലത്. മൗനം സമ്മതം എന്നാണല്ലോ. അതിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇതിനിപ്പോ കൂടെ കൂട്ടിയത് വല്ലാത്ത പണിയാകും. അടുത്തറിഞ്ഞിട്ട് ഇവിടെ പാവാണെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ സൂക്കേടൊക്കെ ഉണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഹലോ, എന്തുണ്ട് വിശേഷം? ആരാ? എന്നെ മനസ്സിലായില്ലേ മോൾക്ക്? ഞാൻ കാർത്തികേട്ടൻ. ബാല മോളെ, കട്ടാക്കല്ലേ, ചേട്ടന് മോളോട് സംസാരിക്കാനുണ്ട്. മോൾക്ക് സുഖമാണോ എന്ന് ആദ്യം പറ. എങ്ങനെ സുഖം ഉണ്ടാകാനാണല്ലേ, അപ്പനും അമ്മയും ചത്തില്ലേ? ആരാ കൊന്നതെന്നറിയാമോ? എന്റെ അപ്പനെ അമ്മേനെ ഞാനാടി കൊന്നത്. ഞാൻ ആക്സിഡന്റ് ഉണ്ടാക്കി കൊന്നു. ഇനി നീ സ്നേഹിക്കുന്ന ഒരുത്തനല്ലേ, അവരെയും കൊല്ലാൻ പോകുക. എന്റെ കൺമുന്നിലുണ്ടവൻ. നേരത്തെ പോലെ വന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്ക്. ഹലോ ഹലോ, കോൾ എടുക്ക്. നന്ദ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട്. എങ്കിലും നീ ആദ്യം പറ. ഇല്ല, കുഴപ്പമില്ല, നീ ആദ്യം പറ. ഇനി നീ പറഞ്ഞിട്ടേ ഞാൻ പറയുന്നുള്ളൂ. ശരി. എനിക്ക് ആദ്യം ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. ആ, എനിക്ക് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു. ആരാ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ആദി. ഓ മൈ ഗോഡ്, അവന് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്കൊരു ക്ലൂ പോലും അവൻ തന്നിട്ടില്ല. അല്ലെങ്കിൽ സീക്രട്സ് കീപ്പ് ചെയ്യാൻ അവന് പ്രത്യേക ഒരു കഴിവാ. ഇനി നീ പറയാൻ വന്നത് എന്താന്ന് പറയും. ഇത് നോക്ക്, ഞാൻ ബാലയെ പ്രപ്പോസ് ചെയ്യാൻ പോകുക. ഓ വാവ്, അവൾ ഒരുപാട് ഹാപ്പിയാകും. താങ്ക് യു റാം, നീ അവളുടെ സ്നേഹം അവസാനം മനസ്സിലാക്കിയല്ലോ. ഫൈനലി അവര് വീണ്ടും ഒന്നിച്ചല്ലോ. റാം, റാം, മാറ്. ബാല, ചത്താ മതിയായിരുന്നു അവള്. അയ്യോ ബാല, എനിക്ക് നീ ഒരു പ്രോമിസ് ചെയ്യാമോ? ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ആ ഒരു ജന്മത്തിലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നോട്ടെ. നിന്റെ അനുവാദത്തോടു കൂടി നിന്നെ ഞാൻ സ്നേഹിച്ചോട്ടെ.
ബാല. എടാ നീ എങ്ങോട്ടാ? അവൻ ഇനി ജീവിക്കണ്ട. എന്റെ ബാല ഈ അവസ്ഥയിലാക്കി അവൻ ഇനി ജീവിക്കണ്ട. ഇന്ദു, ഞങ്ങളിപ്പോ വരാം, നോക്കിക്കോണേ. ഉം. എന്താ ചെയ്തെന്നറിയാമോ? എന്നെ ജീവന തുല്യ സ്നേഹിച്ച ഫ്രണ്ടിനെ നീ എന്നെ നിറകെട്ടിച്ച് കൊല്ലാനായിരിക്കും നിനക്ക് ഇത്രയും ആയുസ് നീട്ടി തന്നത്. ഇവന്റെ കാര്യം വസുവും ശ്യാമം നോക്കിക്കോളും. അവർ അമേരിക്കയിൽ നിന്നും വന്നിട്ടുണ്ട്. ബാല എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്നെ എന്തിനാണ് അവൾ ഇത്രയും സ്നേഹിക്കുന്നത്? ചിലർ അങ്ങനെ ജീവൻ പണയം വെച്ച് വരെ സ്നേഹിക്കും. ബാല, അടുത്ത ജന്മമല്ല, ഈ ജന്മം തന്നെ എന്റെ അനുവാദത്തോടെ നീ എന്റേത് മാത്രമാക്കണം. ഈ ജന്മവും ഇനി വരുന്ന ജന്മങ്ങളും നീ എന്റേതാണ്, എന്റേത് മാത്രം. ഐ ലവ് യു ബാല, ഐ ലവ് യു. റാം, എന്തിനാ എന്റെ കൊച്ചെന്നെ രക്ഷിക്കാൻ ഓടി വന്നത്? റാം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. എല്ലാം ഒരു സ്വപ്നമായി തോന്നുക റാം. നന്ദയ്ക്ക് നിന്നെ. നന്ദയ്ക്ക് എന്നെയല്ല, ആദിയാണ് ഇഷ്ടം. നിനക്ക് എന്നോടുള്ള പ്രണയം പോലെ തിരിച്ചറിയാൻ വയ്യ പ്രണയം, അതാണ് നന്ദയ്ക്ക് ആദി. ഹലോ, ഇതാണോ നമ്മളെ വെള്ളം കുടിപ്പിച്ച ആശ്രീ? പക്ഷേ നമ്മളെപ്പോഴും കണ്ടിട്ടില്ലേ? ഉണ്ട്. വാട്ട്? ഹാ, ഇപ്പൊ കിട്ടി. അപ്പൊ പോസ്കോ തന്നെയായിരുന്നല്ലേ? പോടാ, ഇറങ്ങി പോടാ. ഇതാ മറ്റവനെ ചെവി അറിയാതെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഒന്ന് ഇറങ്ങി പോടാ. I love you, Ram. ഇത് നിനക്ക് വേണ്ടി വാങ്ങിയ തന്നെ. എനിക്ക് ഈ വെഡിങ് ഇൻവിറ്റേഷൻ ആണ് ഇഷ്ടപ്പെട്ടത്. ആദിക്കാം. അത് കൊള്ളാം. എന്നാൽ നമുക്ക് അത് ഉറപ്പിക്കാം. ഐ ആം സോ ഹാപ്പി. ഒരേ ദിവസം ഒരേ വീട്ടിലേക്ക് നമ്മുടെ കല്യാണം. ഞാൻ ഈ ഇൻവിറ്റേഷൻ കാർഡ് ആദ്യം തന്നെ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കും. നാളെ ഡിസ്ചാർജ് ആകും, പോവണ്ടേ വീട്ടിലേക്ക്? ഞാനൊരു സർപ്രൈസ് തരട്ടെ? ഇതാ, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനി എന്നും നീ ഹാപ്പി ആയിരിക്കും, അല്ലേ റാം? തീർച്ചയായും. നന്ദ, എനിക്കൊന്ന് എന്താ? എനിക്കൊന്ന് ഫ്രഷ് ആകണം. அழுதாச்சு கண்ணு ரெண்டும் ஆடி போச்சு 40 நாள் விழிஞ்சாச்சு துரும்பின எழுச்சாச்சு
നന്ദയെ വിളിക്കണോ? നന്ദ. വേണ്ട. கண்ணுக்குழி குழி காஞ்சு கிடக்குது வாயா ஏ வீரா நெஞ்சில் வலி வலி கொஞ்சம் மறைஞ்சு போகட்டும் வாயா ஏ வீரா கண்ணுக்குழி குழி காஞ்சு கிடக்குது வாயா நீ வாயா மயில் தோகை மேலே மழையை போலவே நூறு ஜென்மம் போனால் என்ன நீதான் என் சொந்தம் வாயா ஏரா கண்ணு குழி குழி காஞ்சு கிடக்குது வாயா ஏ வீரா நெஞ்சில் வலி வலி கொஞ்சம் மறைஞ்சு போகட்டும் வாயா ஏ வீரா. ഞങ്ങളെ വെഡിങ്ങിന്റെ ഷോപ്പിങ്ങിന് പോകുമോ? സുന്ദരി വാവ ഇവിടെ ഇരുന്നോട്ടോ. ഇതുപോലൊരു ഷോപ്പിങ്ങിന് കിച്ചേട്ടാന്ന് വിളിച്ചു പോയതല്ല ഓർമ്മ വരുന്നു. ഇപ്പൊ ദേ എന്നെ അത് നോക്കുന്ന പോലെയില്ല. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. എവിടെ നോക്കിയാലും കപ്പിൾസ്. എന്ത് കഷ്ടമായത്. ചെയ്ത് കൂട്ടിയപ്പോൾ ആലോചിക്കണമായിരുന്നു. ഓ അമ്മ നോക്കിക്കോ, ഞാൻ വീഴ്ത്തു അയാളെ. കിച്ചേട്ടാ അല്ല, അയ്യോ സാർ. എന്താ ഇനിയും എന്നോട് ദേഷ്യമാണോ? ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ? ഓ നോക്കി പേടിപ്പിക്കുന്നതിനകത്തിനാ. ഞാൻ പൊയ്ക്കോളാം. ആ ബെസ്റ്റ്. എനിക്ക് എല്ലാം പറ്റിയോടി. നടുവിനൊക്കെ വേദന എടുക്കുന്നു. വീഴിക്കാൻ പോയിട്ട് നീ വീണല്ലോ. ടീച്ചർ സാറിന് എന്നെ പിടിക്കായിരുന്നല്ലോ. മനഃപൂർവ്വം പിടിക്കാത്തതാ. ഞാൻ വീഴട്ടെ എന്ന് വിചാരിച്ചു തന്നെ. നിന്നെ നീ പിടിച്ചിട്ട് വേണം നിന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് നിനക്ക് ബഹളം വെക്കാം. താര, നീ ഇനി കിച്ചേട്ടന്റെ പിന്നാലെ നടക്കണ്ട. എന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ കിച്ചേട്ടന്റെ കല്യാണം ഉണ്ടാകും. ഈ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. കുറച്ച് വിഷമിക്കട്ടെ അവളും. ധൈര്യം കിട്ടാനത് ബെസ്റ്റാ. കിച്ചേട്ടാ, നീ എന്താ ഇവിടെ? നിങ്ങള് വേറെ കെട്ടാൻ പോവല്ലേ? നടക്കില്ല, നടത്തത്തില്ല. ഈ താരാദേവ്, ഈ താരയുടെ കൊക്കന് ജീവനുണ്ടെങ്കിൽ നിങ്ങള് ഞാൻ കിട്ടും. വേറെ ആരെയും നിങ്ങൾ നോക്കിയ ഞാൻ പറയും ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. കൊച്ചിലെ തന്ത കിഷോർ. പതുക്കെ പറ. ഇല്ല, നാട്ടുകാരെ വീട്ടുകാരെ ഓടി വാ. വാ. വേദനയൊന്നും എന്താ ഇത്? ഈ സാധനത്തിന് എവിടെയും പൂട്ടിയിടും, അല്ലെങ്കിൽ മതില് ചാട്ടം കൂടും. ഏട്ടാ, ഞാൻ പ്രഗ്നന്റ്. കിച്ചേട്ടന് എന്റെ കൊച്ചിന്റെ പപ്പ. എന്റെ പൊന്നെ കിഷോറ് പൊക്കോ. ഇയാൾക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കാം പ്ലീസ്. ആ ഇനിയിട്ടോ ഒരൊറ്റ ഒരെണ്ണം വെച്ച് തരും ഞാൻ.
എന്നോടുള്ള വെറുപ്പ് കൂടിക്കാണും. അവനെ ഒന്ന് ശല്യം ചെയ്യാതിരിക്കാവോ നിനക്ക്? ഇനി ശല്യം ചെയ്യൂല. സോറി ഉണ്ട്, അറിയാതെ പറ്റിപ്പോയതാണ്, ഇനി ആവർത്തിക്കില്ല. തൊട്ടുപോകരുത്. തൊട്ടാ ഞാൻ അടിക്കും. അടിക്കുമോ? എന്നാ അടിക്കും. എന്തോ നന്ദ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമയം ഒരുപാടായി, എണീക്കണ്ടേ? എനിക്ക് തോന്നുന്നില്ല. അതെ, എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തൂടെ? ശരി, എന്നാ വേറെ പെണ്ണിനെ കേട്ട് സുഖമായി ജീവിക്കും. പക്ഷെ സുഖമായി ജീവിക്കാൻ എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പണ്ട് വരെ തുടങ്ങി. മിണ്ടാതിരിക്കാവോ? എനിക്ക് നിന്റെ കൂടെ ഒന്ന് സമാധാനമായി ജീവിക്കണമെന്നുണ്ട്. നീ ഇങ്ങനെ പ്രാഗിയുള്ള സമാധാനം കളയരുത്. Love you. Love you too. ശ്രീ, എനിക്ക് വേണ്ടി ഒരു കത്ത് കൂടി നീ എഴുതാമോ? ശ്രീയല്ല, റാമിന്റെ സ്വന്തം ബാല.